ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു റൂം മേക്ക് ഓവറാണ് കേട്ടോ നടത്തുന്നത്. എന്താ വെച്ചാൽ എൻ്റെ റൂമിൽ കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടേക്കുക. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി റൂം കാണാനായിട്ടൊരു ക്യൂട്ട്നെസ് കുറഞ്ഞു പോയി. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റൂം. ഇപ്പോൾ ആ ഒരു പിക്ചറും പിന്നെ ഈ ഒരു പിക്ചറും നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിനൊരു വലിയ മേക്ക് ഓവർ കൊടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് റൂം ആൻഡ് ഡെസ്ക് മേക്ക് ഓവറാണ്. എല്ലാ സംഭവങ്ങളും നമ്മൾ അവിടെ ഒരു റാക്ക് ഇരിക്കുന്നുണ്ടോ നിങ്ങൾ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ കിടക്കാം കേട്ടോ. വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമ്മോ. സോ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത് വെച്ചാൽ ഈ ഒരു ടേബിൾ നന്നായിട്ട് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ടേബിളാട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് മാറ്റണം, ഇവിടെ നിന്ന് ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. Yes. അപ്പോൾ ഗൈസ് നമ്മുടെ പകുതി സംഭവങ്ങൾ നമുക്ക് സെറ്റാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് രണ്ടുപേരും പരിപാടിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിൾ ഫസ്റ്റ് നമ്മൾ ഫുൾ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ടേബിൾ ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മുടെ കൂടെ ഇപ്പോൾ പല്ലവിയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇത് ഫുള്ളി ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമുക്കിപ്പം ടേബിൾ ഫുള്ളി ഒന്ന് തുടച്ചെടുക്കുന്നത്. നമുക്ക് ഇതിലിട്ട് വേറെ കുറച്ച് സംഭവങ്ങൾ കൂടെ കണ്ട് അപ്പം നമുക്കത് ചെയ്യാം.
നമ്മൾ ലാമ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ യെല്ലോയിഷ് ലൈറ്റ് വരും, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. കമ്മ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയത് ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സ്പേസ് കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഡെസ്ക് മേക്കർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. കമ്മ. എന്തൊക്കെ ഡെസ്ക് മേക്കർ ഉണ്ടായാലും അതിലെപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഒരു അലാം ടൈം പീസ്. അപ്പോൾ നമുക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് അലാമിൻ്റെ ഇത്. ടൈം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അലാം. നമ്മളിത് ഇവിടെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബെഡ് ലാമ്പ് എന്ന് പറഞ്ഞ സംഭവം, അതായത് നമ്മൾ ഈ ഒരു ബെഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വെളിച്ചമാണ്. അപ്പോൾ ഞങ്ങൾ ഇതല്ല യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ വേറൊരു കുഞ്ഞു മിനി സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. കമ്മ. നമ്മളിത് ഈ ഒരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിന് എത്ര പ്രകാശം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ് ലാമ്പിൻ്റെ തിളക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഫുൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളത് ഇതെല്ലാം ഈ ഒരു സംഭവം ഇത് ഇത്രയും വെളിച്ചമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വേണ്ടുള്ള ആൾക്കാർ ഒക്കെ പോയി മേടിച്ചോളൂ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. കമ്മ. അപ്പോൾ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ആയിട്ട് വരയ്ക്കുന്നത്. ഇത് ആര് പെയിൻറ്റ് ചെയ്താന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എന്താ പറയുക ടു ഡു തിങ്സ് കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ 3 സംഭവങ്ങളുണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ബാക്കിയിലോട്ട് പോകാം. പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞ് എന്താ പറയുക ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംബന്ധം ഇവിടെ ആയിട്ടാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ വെച്ച പോലെ ഓവറായിട്ട് കുറേ സാധനങ്ങളൊന്നും വെക്കുന്നില്ല, 2-3 സംഭവങ്ങൾ മാത്രമേ വെക്കുന്നു. നമ്മളിതിൽ കുറച്ച് പെന്നായിട്ട് എഴുതുന്നെങ്കിൽ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ വെക്കുന്ന പേപ്പർ സോപ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഷാർപ്നേഴ്സും പിന്നെ കുറച്ച് എന്താ പറയുക റൈസേഴ്സും പിന്നെ കുറച്ച് ക്ലിപ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു അടപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു ലാമ്പാണ്. ഇതിൻ്റെ ലൈറ്റ് പോയി, അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു സംഭവം ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇതും ഒരു ലാമ്പാണ് കേട്ടോ. നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെക്കുന്നുണ്ട്. ഇത് ഓൺ ചെയ്തൊന്നും നോക്കാൻ പറ്റില്ല, ബാറ്ററി പോകും തന്നെയാണ് അടിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഞാൻ ക്ലേ മേടിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയത്. എന്താ പറഞ്ഞാൽ ഒരു കുഞ്ഞ് പിഗ്ഗി ബാങ്കാണ് കേട്ടോ. ഇവിടെ കൂടെ നമുക്ക് ഇതിടാൻ പറ്റും, കോയിൻസ് ഇടാൻ പറ്റും. ഞാനത് ഈ ഒരു ഭാഗത്തായിട്ട് ഓക്കെ. ഇത്ര വെച്ചപ്പോൾ എന്തൊക്കെ കുറച്ച് ഓവറായത് കൊടുത്തുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ വെക്കാനായിട്ട് കുറച്ച് ബുക്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ബുക്സ് വെച്ച് ഈ ഒരു ബുക്ക് ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ 3 ബുക്സ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സ്റ്റോറി ബുക്സാണ് ഇവിടെ ആയിട്ട് വെച്ചു. നമ്മൾ ഈ ഒരു ബ്രഷും കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ആയുധങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ സ്റ്റേപ്ലർ ഉണ്ട് ഗൈസ്, പിന്നെ സ്റ്റേപ്ലറിൻ്റെ പിൻസ് ഉണ്ട്, പിന്നെ ഇത് മറ്റേ പഞ്ചിങ് മെഷീനാണ് കേട്ടോ. ഇത് സർക്കിളാണ്, അപ്പോൾ അതുണ്ട്. പിന്നെ വല്ല സാധനം കുത്തി തിറക്കാണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു ഡിവൈഡറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണലിൻ്റെ കവർ പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് എപ്പോഴും പെട്ടെന്ന് എടുക്കാനായിട്ട് ഞാൻ ഇത് ഇവിടെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ ഒരു പേപ്പർ ഫ്രെയിം. അപ്പോൾ അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ വീഡിയോ താഴെ ഉണ്ട്, അപ്പോൾ ചെന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ ഏകദേശം കഴിഞ്ഞു, ഡെസ്ക് മേക്ക് ഓവർ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പരിപാടിയുണ്ട്. ഇത് കുറച്ച് ബുക്ക് മാർക്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്താ പറയുക, ഒരു ഫെയറി ഡോർ ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഈ കുഞ്ഞു നോട്ട് പാഡ് എന്തെങ്കിലും കുഞ്ഞു സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ വെച്ചാൽ നമ്മുടെ ഈ കപ്പൊക്കെ നമുക്ക് വെക്കാനായിട്ട് കുഞ്ഞു കോസ്റ്ററായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മാറ്റും പിന്നെ അതിൻ്റെ മേളിലായിട്ട് ഈ ഒരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി വല്ല കപ്പോ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഒരു കുഞ്ഞ് ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഫ്രെയിം ചെയ്തപ്പോൾ ബാക്കി വന്ന വേറൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് എവിടെ ആയിട്ട് വെക്കാൻ നോക്കാം. ഇവിടെ എവിടെയും വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഫ്രെയിമിൻ്റെ താഴെയായിട്ട് വെക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞ് നമുക്ക് റാക്ക് മേക്കറിലോട്ട് പോകാം. ഞാൻ ഈ ഒരു വാൾ ഗ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വയ്ക്കണോ വേണ്ടേന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ടേബിളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കോർണറിൽ വെക്കാമെന്ന് ഉദ്ദേശിച്ചു. നമുക്ക് കോർണറിലായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമുള്ള കുറച്ച് റിമൈൻഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ റാക്ക് മേക്ക് ഓവറാണ് നമുക്ക്. അപ്പോൾ റാക്കിന് ഒരു കുഞ്ഞ് മേക്ക് ഓവറും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് റാക്കിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ റാക്കിലുള്ള 2-3 സംഭവങ്ങളൊക്കെ ഇന്ന് ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ. നമ്മൾ ഒരു സംഭവം മറന്നു. ഇത് ഈ ഒരു ടൂൾസ് ഏരിയയിൽ നമ്മൾ ഈ ഒരു സിസേഴ്സും കൂടെ വെക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ വച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഈ ഒരു റാക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ടവൽ ഇട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ ഒരു റാക്ക് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി നമുക്ക് ഫുള്ളി ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മളത് ഫുള്ളി ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് എന്താ വെക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ സ്കൂളിലത്തെ ബുക്സ് ആട്ടോ, ഈ ഇയറിലത്തെ. അപ്പോൾ അതൊക്കെ അവിടോട്ട് വെക്കാം. ഈ അറ്റത്തോട്ട് നമുക്ക് വെക്കാം കേട്ടോ. നമ്മൾ അറ്റത്ത് ടെക്സ്റ്റ് ബുക്സാണ് ഇത് എത്രയും. നമുക്ക് ബാക്കി നോക്കാം. പിന്നെ എന്താ വെച്ചാൽ നോട്ട്ബുക്കാണ്. അപ്പോൾ നോട്ട്ബുക്കും കൂടെ ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ടല്ല ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. എൻ്റെ ഈ ഒരു കുഞ്ഞ് ഡിക്ഷണറിയാണ് കേട്ടോ, ഞാനത് അവിടെ ഇട്ടോ വെച്ചേ. അപ്പോൾ ഇതേ നമ്മൾ ജോമെട്രി ബോക്സും പിന്നെ നമ്മുടെ കളറൊക്കെ വെച്ചേക്കുന്ന ബോക്സും അതങ്ങോട്ട് വെക്കാം കേട്ടോ. ഇതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹോളിഡേ ഹോംവർക്ക്. അപ്പോൾ അത് മൊത്തം ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി അതൊരു കുഞ്ഞ് ടൂൾ ബോക്സ് ആട്ടോ. ഇതിനകത്ത് എന്താ വെച്ചാൽ കുറച്ച് സിബ്ബേഴ്സും ക്ലിപ്സും അങ്ങനത്തെ സംഭവങ്ങളാട്ടോ. അത് നമ്മളിത് ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഓർഗനൈസർ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഈ ഓർഗനൈസർ. അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫയലാണ് കേട്ടോ. അപ്പോൾ ഫയൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ ജേർണൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വെട്ടി ഒട്ടിക്കാൻ പറ്റിയ കുറച്ച് ബുക്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞ് ബുക്കും ഡയറിയും ആ സംഭവം. പിന്നെ നമ്മുടെ ലാസ്റ്റ് സംഭവമാണ് ഈ ഒരു വാട്ടർ കളർ പാലറ്റ്. അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ റാക്ക് മേക്ക് ഓവർ ഇവിടെ ഫിനിഷ് ആയി കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊരു കുഞ്ഞ് എന്താ പറയുക ഒരു ഓർഗനൈസറും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ അവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ വരും. അപ്പോൾ ഗൈസ് ഈ ഒരു ഓർഗനൈസറും കൂടെയാണ് നമ്മളിവിടെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും നമുക്ക് ബാക്കി വെക്കാം. ഇത് നമുക്കിതിൽ വെക്കാൻ പറ്റിയ മേലിൽ വെക്കാൻ പറ്റിയ 2-3 സംഭവങ്ങൾ ഗ്ലാസ് പിന്നെ വാച്ച്. അപ്പോൾ ആ ഒരു ഗ്ലാസസും വാച്ചും ഉണ്ടോ അവിടെ വെച്ചിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് ഒരു എന്താ പറയുക ഒരു പ്ലാന്റിങ്ങിൻ്റെ ഒരു കുഞ്ഞ് സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത്
ഈ ഒരു ബ്ലാക്ക് സ്റ്റൂളാണ് കേട്ടോ. ഇതിവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിലിനി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഈ ഒരു കുഞ്ഞ് പ്ലാന്റ് ഇവിടെ ആയിട്ട് വെക്കുക, ഈ സ്റ്റൂളിൻ്റെ മേലായിട്ട് വെക്കുക കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റൂളിൻ്റെ ഇവിടെ ആയിട്ടും കൂടെ ഈ ഒരു സംഭവം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് പ്ലാന്റിങ് പരിപാടി. അപ്പോൾ അവിടെ അതിൽ വാട്ടർ ചെയ്യാനായിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു സ്പ്രേയറാണ് യൂസ് ചെയ്തത്. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് അതിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അടുത്ത നമ്മുടെ ബെഡ് മേക്കവറാണ്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൗച്ച് മേക്കപ്പ് പൗച്ച് ആയതുകൊണ്ട് നമ്മൾ നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ ആ ഒരു ഓർഗനൈസറിലോട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് അവിടെ വെക്കാം. അപ്പോൾ നമുക്ക് ഇതും ഇവിടെ വെക്കാം കേട്ടോ. ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഗ്ലാസ് ഇവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ റൂം ഫുള്ളി സെറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ബെഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബെഡും കൂടെ സെറ്റ് ചെയ്താൽ മതി. അതോടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാം. ഗൈസ്, ഇതിനിടയിൽ നമുക്കൊരാളെ കാണാം. കമോൺ ഗൈസ്, നിൽക്കുന്നു നമ്മുടെ പല്ലവി അഡ്വക്കേറ്റ്. ഇതും പല്ലവിയുടെ മറ്റേ സ്കൂളിലത്തെ ഗ്രാജുവേഷന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് മേക്കവർ നടക്കാം. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഇവിടെ യൂസ് ചെയ്യേണ്ട ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ഞാൻ ഓൾറെഡി വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വിരിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുൾ ഇത് വിരിച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് പില്ലോ കവർ കയറ്റണം. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം. ഇത് ഇതിനകത്തോട്ട് കയറ്റാം. നമ്മളിത് ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടും ഇവിടെ വെക്കാം. നമുക്കിത് ഇവിടെ വെക്കാം. നമ്മൾ അതോടെ വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ക്യൂട്ടി നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടി ഇവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ ഈ ഒരാളെയും പിന്നെ നമുക്ക് വലിയൊരാളും കൂടി ഉണ്ട്. നമുക്ക് ആ ആളെയും കൂടി ഇവിടെ കയറ്റാം. ഈ നമ്മൾ ഇവിടെ ഒറ്റയ്ക്കുള്ള കേസ് നമുക്ക് ഇത്രയും ഫ്രണ്ട്സും കൂടി ഉണ്ട് കൂടെ. നമ്മൾ ഇതും ഇവിടെ വെച്ചിട്ട് ഇത് നമ്മൾ മൂടുന്ന ഷീറ്റ് ഉണ്ടോ ബ്ലാങ്കറ്റ്, നമുക്ക് അതും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഷീറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ വിരിച്ചിട്ട് കാണാം. അപ്പം നമ്മളിത് ഷീറ്റും കൂടെ എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ. നമുക്ക് ചെയർ കൊണ്ടിടണം. നമുക്ക് ടേബിളിൻ്റെ അടുത്ത് ചെയർ വേണ്ട. നമുക്ക് അതും കൂടെ കൊണ്ട് ഇട്ടിട്ട് വരാം. സോ ദിസ് ഇസ് അവർ ക്യൂട്ടി യെല്ലോ ചെയർ. നമുക്ക് ഈ ഒരു ചെയർ ഓക്കെ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ റൂമിൻ്റെ ലുക്ക്. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ റൂമൊന്ന് ഫുള്ളായിട്ട് കാണണ്ടേ. കമാ ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ റൂം. അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കേട്ടോ. അപ്പോഴേ വേറൊരു കാര്യം കൂടെ പറയണ്ട. എന്താ വെച്ചാൽ ഈ നെക്സ്റ്റ് വീഡിയോയിൽ പേര് പറയേണ്ട ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവരുടെ പേരൊക്കെ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും ചാച്ച ബാബ, സീ യു ലേറ്റർ. സോ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.